Good afternoon. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു പുതിയ ടോപ്പിക്കാണ് പഠിക്കുന്നത്. അതിൻ്റെ പേര് റോബസ്റ്റ് റിഗ്രഷൻ എന്നാണ്. ഫസ്റ്റ് നമുക്ക് റോബസ്റ്റ് റിഗ്രഷൻ എന്തുകൊണ്ടാണ് നമുക്ക് ആവശ്യം എന്നുള്ള കാര്യം നോക്കാം. When the observations y in the linear regression model y is equal to x beta plus epsilon are normally distributed, the method of least squares is a good parameter estimation procedure in the sense that it produces an estimator of the parameter vector beta that has good statistical properties. അപ്പോൾ നമ്മുടെ റിഗ്രഷൻ മോഡൽ എന്താ y is equal to x beta plus epsilon ആണ്. അപ്പോൾ ആ ഒരു മോഡൽ എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അങ്ങനെ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള കേസിൽ ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ ആയിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും ഗുഡായിട്ടുള്ള മെത്തേഡ്. However, there are many situations where we have evidences that the distribution of the response variable is considerably non-normal and or there are outliers that affect the regression model. അപ്പോൾ ചില കേസസിൽ നമ്മുടെ റെസ്പോൺസ് വേരിയബിൾ, അതായത് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യാതെ വരും. അതുമാത്രമല്ല നമ്മുടെ മോഡലിൽ ഒന്നോ അതിൽ കൂടുതലോ ഔട്ട്ലയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും. A case of considerable practical interest is one in which the observations follow a distribution that has longer or heavier tails than the normal. This heavy tail distribution tends to generate outliers, and these outliers may have strong influence on the method of least squares in the sense that they pull the regression equation too much in their direction. അപ്പോൾ നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്ത കേസസിലുള്ള ചില ഡിസ്ട്രിബ്യൂഷൻസ് ചിലപ്പോൾ നമ്മുടെ മോഡൽ ഫോളോ ചെയ്യും. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പം നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെക്കാളും ഹെവിയർ അല്ലെങ്കിൽ ലോങ്ങർ ടൈൽസ് ആയിരിക്കും ഉള്ളത്. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഫിഗർ നമുക്കറിയാമല്ലോ, ഒരു ബെൽ ഷേപ്ഡ് പ്ലോട്ടാണ്. അപ്പോൾ ആ ഒരു പ്ലോട്ടിൽ നിന്ന് അതിനേക്കാളും കുറച്ചുകൂടെ ഹെവിയറോ അല്ലെങ്കിൽ ലോങ്ങറോ ആയിട്ടുള്ള ടെയിൽസ് നമ്മുടെ ഈ ഒരു പുതിയ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ മോഡലിൽ ഔട്ട്ലയേഴ്സ് പ്രസൻ്റ് ആവാനുള്ള ചാൻസും വരും. അപ്പോൾ അങ്ങനെ ഔട്ട്ലയേഴ്സ് വന്നുള്ള പ്രത്യേകത എന്താ? ഔട്ട്ലയേഴ്സ് വരുമ്പോഴത്തേക്ക് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷനെ ആ ഔട്ട്ലെയറിൻ്റെ ഡയറക്ഷനിലേക്ക് ഇത് പുള്ള് ചെയ്യും. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സോ ഔട്ട്ലയേഴ്സ് വരുന്ന കേസസിൽ നമ്മുടെ മോഡൽ അത്ര റിലയബിൾ ആയിരിക്കത്തില്ല. For example, consider the 10 observations shown in figure 11.1. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. ഈ ഒരു ഫിഗറിനകത്ത് 11 ഒബ്സർവേഷൻസ് കൊടുത്തിട്ടുണ്ട്. The point labeled A in this figure is just at the right end of the X space, but it has a response value that is near the average of the 9 responses. അപ്പം നമ്മുടെ ഈ ഒരു എ എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഒരു ബാക്കിയുള്ള പോയിൻറ്റ്സിൽ നിന്ന് വെച്ചിട്ട് ഒരു ഔട്ട്ലെയറാണ്, അതിൽ നിന്ന് മാറിക്കിടക്കുന്ന ഒരു പോയിൻ്റാണ്. If all the observations are considered, the resulting regression model is y cap is equal to 2.12 plus 0.971x and r square is equal to 0.526. അപ്പം നമ്മൾ ഈ എ എന്ന് പറയുന്ന പോയിൻറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ട് ടോട്ടലായിട്ട് നമ്മളൊരു മോഡൽ ബിൽഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ റിഗ്രഷൻ മോഡലിൻ്റെ ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. y cap is equal to 2.12 plus 0.971x എന്നുള്ളത്. അതുമാത്രമല്ല നമ്മുടെ ആർ സ്ക്വയറിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0.526 ആയിരിക്കും. However, if we fit the linear regression model to all observations other than the observation A, we obtain y cap is equal to 0.715 plus 1.45x plus 45x and for which r square is equal to 0.894. അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യാതെയാണ് മോഡൽ ഫിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് റിഗ്രഷൻ മോഡൽ എന്തായിട്ടാണ് കിട്ടുന്നത്? y cap is equal to 0.715 plus 1.45x എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. അതുമാത്രമല്ല നമ്മുടെ ആർ സ്ക്വയറിൻ്റെ വാല്യൂ അപ്പോൾ എത്രയാവും? 0.894 എന്നുള്ളതാവും. Both lines are shown in figure 11.1. Clearly, point A has a dramatic effect on the regression model and the resulting value of r square. അപ്പോൾ നിങ്ങൾക്ക് ആർ സ്ക്വയറിൻ്റെ വാല്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒന്ന് 0.5 മറ്റേത് 0.89 അതായത് ഒത്തിരി വ്യത്യാസമുണ്ട്. നമുക്ക് അറിയാം ആർ സ്ക്വയറിൻ്റെ വാല്യൂ 1ലേക്ക് കൂടുന്തോറുമാണ് നമ്മുടെ മോഡലിൽ ബെസ്റ്റ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. സോ ആ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ആർ സ്ക്വയറിൻ്റെ വാല്യൂയിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. One way to deal with this situation is to discard the observation A. This will produce a line that passes nicely through the rest of the data and one that is more pleasing for the statistical standpoint. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാതിരിക്കുക. ആ ഒരു കൺസിഡർ ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് ആ ഒരു റിഗ്രഷൻ ലൈൻ എ എന്ന് പറയുന്ന പോയിന്റിനൊഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സിലേക്കും ഏകദേശം സെൻറ്ററിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പൊക്കോളും. However, we are now discarding observations simply because it is excluded from a statistical model viewpoint, and generally this is not a good practice. Data can sometimes be discarded or modified on the basis of subject matter knowledge, but when we do this on a pure statistical basis,
we are usually asking for trouble. അപ്പം ഈ ഒരു എ എന്ന് പറയുന്നൊരു പോയിൻ്റ് നമ്മൾ റിമൂവ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ചിലപ്പം ഈ ഒരു എ എന്ന് പറയുന്ന പോയിൻ്റ് നമ്മുടെ മോഡലിലേക്ക് വേണ്ട ഇൻഫോർമേഷൻസ് കൂടുതൽ തരുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും. സോ നമുക്ക് ജസ്റ്റ് ഈ ഒരു മോഡൽ ഫിറ്റ് ചെയ്യുന്നത് ശരിയാവുന്നില്ലെന്ന് പറഞ്ഞ് ഈ എ എന്ന് പറയുന്നൊരു പോയിൻ്റ് മാറ്റുന്നത് അത്രയും നല്ലൊരു പ്രാക്ടീസ് ആയിരിക്കത്തില്ല. We also note that in more complicated situations involving more regressors and a larger sample, even detecting the regression model has been distorted by observations such as A can be difficult. അപ്പം വേറൊരു പ്രശ്നം നമുക്ക് ഇപ്പം ഇത്രയും ഒബ്സർവേഷൻസും മാത്രമുള്ള കേസ് ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഒത്തിരി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അതുപോലെ ഒരുപാട് ഒബ്സർവേഷൻസും വരുന്ന കേസസിൽ ഇങ്ങനെ നമുക്ക് ഏത് പോയിൻ്റാണ് ഔട്ട്ലയർ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. എ റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ ഈസ് വൺ ദാറ്റ് dampens the effect of observations that would be highly influential if least squares were used. That is, a robust regression procedure tends to leave the residuals associated with the outliers large, thereby making identification of influential points much easier. അപ്പോൾ റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയറിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീസ്റ്റ് സ്ക്വയർ പ്രൊസീജിയർ യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ഔട്ട്ലയേഴ്സ്, അതായത് ഹൈലി ഇൻഫ്ലുവൻഷ്യൽ പോയിൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ സഹായിക്കും. അതെങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഈ ലാർജ് ഔട്ട്ലയേഴ്സിന് ഉള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതൊരു റെസിഡ്യുവൽ വാല്യൂ അസോസിയേറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പോയിൻറ്റ്സിനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇൻ അഡീഷൻ ടു ഇൻസെൻസിറ്റിവിറ്റി to outliers, a robust estimation procedure should produce essentially the same result as least squares when the underlying distribution is normal and there are no outliers. അപ്പം സാധാരണ ലീസ്റ്റ് സ്ക്വയർ പ്രൊസീജിയർ തരുന്ന ഒരു റിസൾട്ട് തന്നെ ഈ റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ തരും. ഏത് കേസിൽ ഔട്ട്ലയേഴ്സ് ഒന്നും ഇല്ലാത്ത കേസിൽ ഈ സെയിം റിസൾട്ട് തന്നെ തരും. ഔട്ട്ലയേഴ്സ് ഉള്ള കേസസിലാണെങ്കിൽ ഇതിന് ഔട്ട്ലയേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അനദർ ഡിസൈറബിൾ ഗോൾ ഫോർ റോബസ്റ്റ് റിഗ്രഷൻ ഈസ് ദാറ്റ് എസ്റ്റിമേഷൻ പ്രൊസീജിയർ ആൻഡ് റെഫറൻസ് പ്രൊസീജിയേഴ്സ് ഷുഡ് ബി റിലേറ്റീവ്ലി ഈസി ടു പെർഫോം. എസ്റ്റിമേഷൻ പ്രൊസീജിയറും അതുപോലെ തന്നെ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ ഈ റോബസ്റ്റ് റിഗ്രഷനിൽ പെർഫോം ചെയ്യാനും എളുപ്പമായിരിക്കും. ഇന്ന് അതിൻ്റെ റെഫറൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാം. റോബസ്റ്റ് റിഗ്രഷൻ മെത്തേഡ്സ് ആർ ടെക്നിക്സ് ദാറ്റ് പൊട്ടൻഷ്യലി ക്യാൻ ബി യൂസ്ഡ് വെൻ ഔട്ട്ലയേഴ്സ് ആർ പ്രസൻറ്റ്. ദർ ആർ സെവറൽ ടൈപ്സ് ഓഫ് ഔട്ട്ലയേഴ്സ് ദാറ്റ് ഒക്കർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിഗ്രഷൻ മോഡൽസ്. എ കോമൺ ക്ലാസിഫിക്കേഷൻ ഈസ് ദ ഫോളോയിങ്. സാധാരണ നമ്മൾ റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ ഔട്ട്ലയേഴ്സ് ഉള്ള കേസസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം പല തരത്തിലുള്ള ഔട്ട്ലയേഴ്സ് ഉണ്ട്. ഇപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തത് റിഗ്രഷൻ ഔട്ട്ലെയർ. എ റിഗ്രഷൻ ഔട്ട്ലെയർ ഇസ് എ പോയിന്റ് ദാറ്റ് ഡീവിയേറ്റ്സ് ഫ്രം ദ ലീനിയർ റിലേഷൻഷിപ്പ് ദാറ്റ് ഇസ് ഡിറ്റർമൈൻഡ് ഫ്രം ദ റിമൈനിങ് n-1 ഒബ്സർവേഷൻ. അപ്പോൾ റിഗ്രഷൻ ഔട്ട്ലെയർ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് ലീനിയർ റിലേഷൻഷിപ്പ്, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിക്കിടക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ റിഗ്രഷൻ ഔട്ട്ലെയർ എന്ന് പറയുന്നത്. ആ ഒരു റിഗ്രഷൻ ഔട്ട്ലെയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ മൊത്തം n പോയിൻറ്റ്സ് ആണ് ഉള്ളതെങ്കിൽ ആ ഒരു പോയിന്റ് ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ പോയിൻറ്റ്സും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു റിഗ്രഷൻ ഔട്ട്ലെയറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. റെസിഡ്യുവൽ ഔട്ട്ലെയർ. This is a point that has large standardized or studentized residual when it is used in the sample of n observations to fit a model. അപ്പോൾ ഈ ഒരു റെസിഡ്യുവൽ ഔട്ട്ലെയറിന് ഒന്നെങ്കിൽ ലാർജ് സ്റ്റാൻഡർഡൈസ്ഡ് റെസിഡ്യുവൽ വാല്യൂ കാണും, അല്ലെങ്കിൽ ലാർജ് സ്റ്റുഡൻറ്റൈസ്ഡ് റെസിഡ്യുവൽ വാല്യൂ കാണും. അപ്പം ബാക്കിയുള്ള n ഒബ്സർവേഷൻസ്, ഈ എല്ലാ ഒബ്സർവേഷൻസും വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന കേസിലാണ് പറയുന്നത്. n ഒബ്സർവേഷൻസ് വെച്ച് നമ്മൾ മോഡൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റെസിഡ്യുവൽ ഔട്ട്ലെയറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റൈസ്ഡ് അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ എന്ന് പറയുന്ന റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. നോട്ട് ദാറ്റ് എ പോയിന്റ് ക്യാൻ ബി റെസിഡ്യുവൽ ഔട്ട്ലയർ വിത്തൗട്ട് സ്ട്രോങ് indication that it is a regression outlier, or that a point can be a regression outlier without being a റെസിഡ്യുവൽ ഔട്ട്ലെയർ. അപ്പം ചിലപ്പം ഒരു പോയിന്റിന് റെസിഡ്യുവൽ ഔട്ട്ലെയർ ആകാതെ റിഗ്രഷൻ ഔട്ട്ലെയറും ആകാം. അതുപോലെ തന്നെ നേരത്തെ റിഗ്രഷൻ ഔട്ട്ലെയർ ആകാതെ വേണമെങ്കിൽ റെസിഡ്യുവൽ ഔട്ട്ലെയറും ആകാം. Point A in figure 11.1 is both a regression outlier and a residual outlier, as it lies off the line to fit of the other 9 observation, and its standardized residual is in excess of 2. അപ്പോൾ ഈ ഒരു പോയിന്റ് ഉള്ള എ എന്ന് പറയുന്ന ഒരു പോയിന്റ്, ഈ എ എന്ന് പറയുന്ന ഈ ഒരു ഔട്ട്ലെയർ വാല്യൂ റിഗ്രഷൻ ഔട്ട്ലെയറുമാണ് റെസിഡ്യുവൽ ഔട്ട്ലെയറുമാണ്. ഇതിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് റെസിഡ്യുവൽ വാല്യൂ എന്ന് പറയുന്നത് 2-നെക്കാട്ടിലും ഹയറുമാണ്. ഇനി നമ്മൾ മൂന്നാമത്തെ ഔട്ട്ലെയറാണ് നോക്കുന്നത്, എക്സ്പേസ് ഔട്ട്ലെയർ. ദിസ് ഈസ് ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഈസ് റിമോട്ട് ഇൻ 1 or more x coordinates, and എക്സ്പേസ് ഔട്ട്ലെയർ could also be a regression outlier.
or a residual outlier. അപ്പോൾ എക്സ് സ്പേസ് ഔട്ട്ലയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള എക്സ് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ബാക്കിയുള്ള എക്സ് കോർഡിനേറ്റ്സിൻ്റെ വാല്യൂവിൽ നിന്ന് ഒത്തിരി മാറിക്കിടക്കുന്ന എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ ആണെങ്കിൽ അതിന് നമ്മൾ എക്സ് സ്പേസ് ഔട്ട്ലെയർ എന്ന് പറയുന്നതും. എക്സ് സ്പേസ് ഔട്ട്ലെയറിന് ഒന്നെങ്കിൽ ഒരു റിഗ്രഷൻ ഔട്ട്ലെയർ ആവാം, അല്ലെങ്കിൽ ഒരു റെസിഡ്യൂവൽ ഔട്ട്ലെയർ വേണമെങ്കിലും ആകാം. Some types of robust regression techniques are undetermined by X space outlier, as we will discuss later. ചില റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ ഈ ഒരു എക്സ് സ്പേസ് ഔട്ട്ലെയറിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അതെന്താണെന്ന് ലേറ്റർ ആയിട്ടുള്ള ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുമെന്നാണ് പറയുന്നത്. വൈ സ്പേസ് ഔട്ട്ലെയർ, ദിസ് ഈസ് ആൻ ഒബ്സർവേഷൻ ദാറ്റ് ഹാസ് അൺയൂഷ്വൽ വൈ കോർഡിനേറ്റ്. The effect of the observation has on the regression model depends on the X coordinate and on the general disposition of the other observations in the sample. അപ്പം ഈ നമ്മൾ എക്സ് സ്പേസ് ഔട്ട്ലെയർ ഡിഫൈൻ ചെയ്ത പോലെ തന്നെയാണ് വൈ സ്പേസ് ഔട്ട്ലെയർ. ബാക്കിയുള്ള വൈ കോർഡിനേറ്റ്സിൽ നിന്ന് ഒത്തിരി മാറിക്കിടക്കുന്ന വൈ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ വൈ സ്പേസ് ഔട്ട്ലെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം വൈ എന്ന് പറയുന്നത് എന്താ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അത് എക്സിൻ്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സോ ആ വൈ സ്പേസ് ഔട്ട്ലെയർ ബാക്കിയുള്ള എക്സ് വാല്യൂസ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. വൈ സ്പേസ് ഔട്ട്ലെയർ ക്യാൻ ബി റെസിഡ്യൂവൽ ഔട്ട്ലെയർ ആൻഡ് ഓർ പോസിബിളി റിഗ്രഷൻ ഔട്ട്ലെയർ. അപ്പം ഒന്നെങ്കിൽ അത് റെസിഡ്യൂവൽ ഔട്ട്ലെയർ ആകും, അല്ലെങ്കിൽ റിഗ്രഷൻ ഔട്ട്ലെയർ ആകും, രണ്ട് വേണേലും ആകാം. എക്സ് ആൻഡ് വൈ സ്പേസ് ഔട്ട്ലെയർ, this is an observation that is outlying in both x and y coordinates. Such points may have no effect on the regression line at all, or it may be a residual outlier or a regression outlier, or possibly both. The effect of such points depends entirely on the disposition of other sample observations. അപ്പം എക്സ് ആൻഡ് വൈ സ്പേസ് ഔട്ട്ലെയർ എന്ന് പറയുന്നത് ഈ രണ്ട് മെയിൻലി പറഞ്ഞ രണ്ട് ഔട്ട്ലെയേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാം. എക്സ് സ്പേസ് ഔട്ട്ലെയറും ആയിരിക്കും, വൈ സ്പേസ് ഔട്ട്ലെയറും ആയിരിക്കും. ഇതൊന്നെങ്കിൽ റിഗ്രഷൻ ഔട്ട്ലെയർ ആകാം, അല്ലെങ്കിൽ റെസിഡ്യൂവൽ ഔട്ട്ലെയർ ആകാം, അല്ലെങ്കിൽ രണ്ടും കൂടെ ആവാം. അപ്പം ഈ ഒരു എക്സ് സ്പേസ് അല്ലെങ്കിൽ വൈ സ്പേസ് ഔട്ട്ലെയറിൻ്റെ ഒബ്സർവേഷൻസ് അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാമ്പിൾ ഒബ്സർവേഷൻസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്സ് സ്പേസ് അല്ലെങ്കിൽ വൈ സ്പേസ് ഔട്ട്ലെയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇനി ഈ ഒരു ഒബ്സർവേഷൻ നോക്കാം. ഒബ്സർവേഷൻ ലേബിൾഡ് എ ഇൻ ഫിഗർ 11.2 illustrates a situation where there is an x and y space outlier in the sample. അപ്പം ഈ ഒരു ഫിഗറിനകത്ത് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കണ്ടോ, എ എന്ന് പറയുന്ന പോയിന്റ് എക്സിൽ നിന്നുള്ള കോർഡിനേറ്റ്സിൽ നിന്നും വൈയിൽ നിന്നുള്ള കോർഡിനേറ്റ്സിൽ നിന്നും ഒക്കെ ഒത്തിരി ദൂരെ മാറിക്കിടക്കുന്ന ഒരു പോയിൻ്റാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂവും വൈ വാല്യൂവും കൂടെ ഫോം ചെയ്തപ്പോൾ കിട്ടിയ പോയിൻ്റാണ്. അപ്പം ഇത് നമുക്കൊരു എക്സ് സ്പേസ് ആൻഡ് വൈ സ്പേസ് ഔട്ട്ലൈൻ എക്സാമ്പിളായിട്ട് എടുക്കാം. ദിസ് പോയിന്റ് ഹാസ് വിച്വലി നോ ഇമ്പാക്റ്റ് ഓൺ ദ റിഗ്രഷൻ ലൈൻ, ഇറ്റ് ഈസ് മിയർലി ഹൈ ലിവറേജ് പോയിന്റ്. അപ്പോൾ ഒരു റിഗ്രഷൻ ലൈൻ നോക്കുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള പോയിൻറ്റ്സിൽ നിന്ന് ഈ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒരുപാട് മാറിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈ ലിവറേജ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. Some practitioners may think that this is as good leverage point since it lies approximately on the line passing through the other observations and has the effect of increasing the value of R square and decreasing the standard error of slope. അപ്പോൾ ചില സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് ഈ ഒരു എ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനെ അത്രയും ഒരു ഗുഡ് ലിവറേജ് പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള ഒബ്സർവേഷൻസിൽ കൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ എ എന്ന് പറയുന്ന ഒരു ഒബ്സർവേഷനിൽ കൂടെ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആർ സ്ക്വയറിൻ്റെ വാല്യൂ ഒരുപാട് ഒത്തിരി കുറയാനും ചാൻസ് ഇല്ല. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ ഓഫ് എസ്റ്റിമേറ്റ് കുറയാനുള്ള ചാൻസും ഉണ്ട്. On the other hand, it may not be a good idea to ignore the presence such apparently unusual observation in the sample. അത് മാത്രമല്ല നമുക്ക് ഇങ്ങനെ ഒബ്സർവേഷൻസ് റിമൂവ് ചെയ്യുന്നുള്ളത് ഒരു ഗുഡ് പ്രാക്ടീസ് അല്ലെന്നും പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മോഡൽ ബിൽഡ് ചെയ്യാം ഈ ഒരു കേസിൽ. കാരണം എന്താ, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യും. ഈ ബാക്കി പോയിന്റ്സിൽ കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. Note that we change the x coordinate of this point, making it nearly in the middle of the range of the other x values as shown in figure 11.2. Then the observations would be a y space outlier, residual outlier and a regression outlier. ഇപ്പം നമ്മൾ ഈ ഒരു എയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു എക്സ് വാല്യൂ നമ്മൾ മാറ്റിയിട്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള ഒബ്സർവേഷൻസിൻ്റെ ആ ഒരു മിഡിലേക്ക് നമ്മൾ എക്സ് വാല്യൂസിനെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കറിയാം എ എന്ന് പറയുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന പോയിൻ്റ് അപ്പം വൈ ഔട്ട്ലെയറും ആയിരിക്കും, വൈ സ്പേസ് ഔട്ട്ലെയറും ആയിരിക്കും. അതുപോലെ തന്നെ അത് റെസിഡ്യൂവൽ ഔട്ട്ലെയറും ആയിരിക്കും, റിഗ്രഷൻ ഔട്ട്ലെയറും ആയിരിക്കും. എക്സ് സ്പേസ് ഔട്ട്ലെയറിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് ബാക്കി 3 ഔട്ട്ലെയേഴ്സ് ആയിരിക്കും. അത് ചേഞ്ചിങ് ഓൺലി ദ വൈ കോർഡിനേറ്റ് മേക്കിംഗ് ഇറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ആവറേജ് ഓഫ് അതർ റെസ്പോൺസസ് ആസ് ഷോസ്
in figure 11.2 we would produce an X space outlier and a residual outlier and a regression outlier. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വൈ സ്പേസിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയുള്ള വൈ സ്പേസിനകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് അതൊരു എക്സ് സ്പേസ് ഔട്ട്ലെയറും ആകും, റിഗ്രഷൻ ഔട്ട്ലെയറും ആകും, അല്ലെങ്കിൽ റെസിജ്വൽ ഔട്ട്ലെയറും ആകും. അപ്പം ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ അപ്പം ഒരെണ്ണം ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് എക്സ് സ്പേസ് ഔട്ട്ലെയറാണ്, വൈ സ്പേസ് ഔട്ട്ലെയറാണ്, റിഗ്രഷൻ ഔട്ട്ലെയറാണ്, അതുപോലെ തന്നെ റെസിജ്വൽ ഔട്ട്ലെയറാണ്. ഒരെണ്ണം സോൾവ് ചെയ്യുമ്പം ആ ഒരു ഒറ്റ കാര്യം മാത്രമേ അവിടെ സോൾവ് ആവുകയുള്ളൂ. ബാക്കി 3 ഔട്ട്ലെയേഴ്സും അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. To motivate some of the following discussion and to further demonstrate why it may be desirable to use an alternative to least squares when the observations are non-normal, consider the simple linear regression model yi is equal to beta naught plus beta 1 xi plus epsilon I, where I is equal to 1 2 3 etc., where the errors are independent random variables that follow the double exponential distribution f of epsilon I is equal to 1 by 2 sigma e raised to minus modulus of epsilon I by sigma minus infinity less than എപ്സിലോൺ ഐ ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേഷൻ പ്രൊസീജിയറിന് പകരമായിട്ട് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ട വരുന്നതെന്നുള്ളതിന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്കൊരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ കൺസിഡർ ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ്റെ മോഡൽ നമുക്കറിയാലോ, y is equal to beta naught plus beta 1 xi plus epsilon I ആണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എറർ എന്ന് പറയുന്നത് ഒരു ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതൊക്കെ. അപ്പം ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ PDF ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എപ്സിലോൺ ഐ ഇസ് ഈക്വൽ ടു 1 by 2 സിഗ്മ ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എപ്സിലോൺ ഐ ബൈ സിഗ്മ ആയിരിക്കും ആ ഒരു കേസിൽ ഈ ഒരു എററിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദ ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഷോൺ ആസ് ദ ഫിഗർ 11.3. അപ്പോൾ ഈ ഒരു ഫിഗർ കണ്ടോ, ഈ ഒരു ഫിഗറിൽ കാണുന്ന ഇതാണ് ഒരു ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് മോർ പീക്ഡ് ഇൻ ദ മിഡിൽ ദാൻ ദ നോർമൽ ആൻഡ് tails off to 0 as modulus of epsilon I goes to infinity. അപ്പോൾ ഈ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഫിഗറായിട്ട് കുറച്ച് സിമിലർ ആണെങ്കിലും അതിൻ്റെ ആ ഒരു മിഡിൽ പോർഷൻ കണ്ടോ, മിഡിൽ പോർഷൻ ഈ ഒരു ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ കൂടുതലും പീക്കഡ് ആയിരിക്കും, അതായത് കൂടുതലും ഹൈറ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽസ് കൂടുതലും 0യിലേക്കായിരിക്കും പോകുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എപ്സിലോൺ ഐ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ടെയിൽ 0യിലേക്ക് കറസ്പോണ്ട് ചെയ്തിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. However, since the density function goes to 0 as e raised to minus modulus of epsilon I goes to 0, and the normal density function goes to 0 as e raised to minus epsilon I square goes to 0, we see that the double exponential distribution has heavier tails than the normal. അപ്പം ഈ ഒരു ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ 0യിലേക്ക് പോകണമെങ്കിൽ ഇ റേസ് ടു മൈനസ് മോഡുലസ് ഓഫ് എപ്സിലോൺ ഐ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ 0യിലേക്ക് പോകണം. അതുപോലെ തന്നെ നോർമൽ ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ 0യിലേക്ക് പോകണമെങ്കിൽ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ഐ സ്ക്വയർ 0യിലേക്ക് പോയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഡബിൾ എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നതിന് ഹെവിയർ ടെയിൽസ് ഉണ്ടാകുന്നതിനുള്ള റീസൺ. We will use the method of maximum likelihood to estimate beta naught and beta 1. The likelihood function is, അപ്പോൾ നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ബീറ്റ നോട്ടും ബീറ്റ വണ്ണും കണ്ടുപിടിക്കുന്നത്. ഒരു മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എൽ ഓഫ് ബീറ്റ നോട്ട് കോമ ബീറ്റ വൺ ഇസ് ഇക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ഐ ഇസ് ഇക്വൽ ടു 1 to n 1 by 2 sigma e raised to minus modulus of epsilon I by sigma, that is equal to 1 by 2 sigma square exponential of മൈനസ് സമ്മേഷൻ ഐ ഇസ് ഇക്വൽ ടു 1 to n മോഡുലസ് ഓഫ് എപ്സിലോൺ ഐ ബൈ സിഗ്മ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ. Therefore, the maximum likelihood function would involve minimizing summation I is equal to 1 to n modulus of epsilon I, the sum of absolute errors. അപ്പോൾ ഈ ഒരു മാക്സിമം ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് സമ്മേഷൻ I is equal to 1 to n മോഡുലസ് ഓഫ് എപ്സിലോൺ I എന്നുള്ള അബ്സല്യൂട്ട് എററിൻ്റെ ആ ഒരു വാല്യൂവിനെ മിനിമൈസ് ചെയ്യിപ്പിക്കും. Recall that the method of maximum likelihood applied in the regression model with the normal errors lead to the least square criterion. അപ്പോൾ നമ്മൾ least square criterion ഈ ഒരു maximum likelihood estimation മെത്തേഡ് വഴിയാണ് ബീറ്റ നോട്ടിനും ബീറ്റ വണ്ണിനും ഒക്കെ എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. Thus, the assumption of an error distribution with the heavier tails and the normal implies that the method of least squares is no longer an optimal estimation technique. Note that the absolute error criterion would weight outliers far less severely than
വുഡ് ലീ സ്ക്വയേഴ്സ്. അപ്പം ഈ ഒരു ഹെവിയർ ടെയിൽസ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെക്കാട്ടിലും ഹെവിയർ ടെയിൽസ് ആയിട്ടുള്ള ഒരു കേസ് വരുന്ന ഡിസ്ട്രിബ്യൂഷനിലുള്ള കേസിൽ ഈ ലീ സ്ക്വയർ എസ്റ്റിമേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് അത്ര സ്യൂട്ടബിൾ ആയിരിക്കത്തില്ല. ഇപ്പോൾ ചെയ്ത പോലെ അബ്സല്യൂട്ട് എറർ ക്രൈറ്റീരിയ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ലീ സ്ക്വയർ എസ്റ്റിമേഷൻ വഴി കിട്ടുന്ന ഔട്ട്ലേഴ്സിനെക്കാട്ടിലും അതിൻ്റെ ഒരു ഇഫക്റ്റിനെക്കാട്ടിലും ഇത് സിവിയർനെസ് കുറഞ്ഞായിരിക്കും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോഴത്തേക്ക് ഔട്ട്ലേഴ്സിന് കിട്ടുന്നത്. മിനിമൈസിങ് ദ സം ഓഫ് അബ്സല്യൂട്ട് എറേഴ്സ് ഈസ് ഓഫൻ കോൾഡ് ആസ് L1 നോം റിഗ്രഷൻ പ്രോബ്ലം. ലീ സ്ക്വയേഴ്സ് ഈസ് L2 നോം റിഗ്രഷൻ പ്രോബ്ലം. അപ്പം ഈ ഒരു അബ്സല്യൂട്ട് എററിൻ്റെ സമ്മ് മിനിമൈസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെ നമ്മൾ L1 നോം റിഗ്രഷൻ പ്രോബ്ലം എന്നാണ് പറയുന്നത്. ലീ സ്ക്വയേഴ്സ് വഴി ചെയ്യുന്നത് നമ്മൾ L2 നോം റിഗ്രഷൻ പ്രോബ്ലം എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ റെഫറൻസസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ദ L1 നോം റിഗ്രഷൻ പ്രോബ്ലം ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് LP നോം regression in which the model parameters are chosen to minimize summation I is equal to 1 to n modulus of epsilon I raised to p where 1 less than or equal to p less than or equal to 2. അപ്പം ഈ L1 നോം റിഗ്രഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് LP നോം റിഗ്രഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. ഇതിനകത്ത് ഈ ഒരു LP നോം റിഗ്രഷൻ പ്രോബ്ലത്തിൽ നമ്മൾ സമ്മേഷൻ I is equal to 1 to n മോഡുലസ് ഓഫ് എപ്സിലോൺ I raised to p മിനിമൈസ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനകത്ത് പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 1 ലെസ് ദാൻ ഈക്വൽ ടു p ലെസ് ദാൻ ഈക്വൽ ടു 2 ആയിരിക്കും. അപ്പം when 1 less than p less than 2 the problem can be formulated and solved using non-linear programming techniques. അപ്പം ഈ 1 ലെസ് ദാൻ p ലെസ് ദാൻ 2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്സ് വഴിയാണ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ പഠിച്ചത്. അത് യൂസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഔട്ട്ലയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ള കേസിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നോൺ നോർമൽ ആയിട്ടുള്ള കേസിലുമാണ് നമ്മൾ റോബസ്റ്റ് റിഗ്രഷൻ പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. റോബസ്റ്റ് റിഗ്രഷൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.